നമസ്കാരം. 2012 ഓർഡിനറി എന്നൊരു സിനിമ വന്നു കഴിഞ്ഞപ്പോഴാണ് മലയാളികൾ ഗവി എന്നൊരു സ്ഥലത്തെപ്പറ്റി കേൾക്കുന്നത്. അതിനു മുമ്പ് ആരും തന്നെ കേട്ടിട്ടില്ല, കേൾക്കാനും ഇടയില്ല. കാരണം റിസർവ് ഫോറസ്റ്റിൻ്റെ നടുക്കുള്ള വളരെ കുറച്ചു പേർ മാത്രം വസിക്കുന്ന ഒരു സ്ഥലമാണ് ഗവി. അതുകൊണ്ട് തന്നെ സാധാരണ ആൾക്കാർക്ക് അവിടെ പോകാനോ പോയി കാണാനോ ഇടയില്ലാത്തൊരു സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മൾ ആരും തന്നെ കേട്ടിട്ടില്ല. സിനിമയിൽ എന്ന പോലെ ഞാനും KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഓർഡിനറി ബസ്സിൽ പുറപ്പെട്ടു ഗവി കാണാൻ. ഈ ബസ്സുകൾ നേരെ പോകുന്ന പത്തനംതിട്ട ഡിപ്പോയിലേക്കാണ്. അവിടെ നിന്നും ബസ് മാറി നീളം കുറഞ്ഞ ബസ്സിലാണ് വനത്തിലേക്ക് യാത്ര. കാരണം വലിയ ബസ്സുകൾ വനത്തിലൂടെ പോകാൻ സാധിക്കുകയില്ല. പത്തനംതിട്ട ഡിപ്പോയിൽ ഇതിനു വേണ്ടി പ്രത്യേകം സജ്ജീകരിച്ച 3 ബസ്സുകളുണ്ട്. അതിലൊരെണ്ണത്തിലാണ് ഞങ്ങൾ പുറപ്പെട്ടത്. ഏകദേശം അവിടുന്ന് 1 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ കോന്നി എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള അടവി എന്ന സ്ഥലത്തെത്തി. തടാകം പോലെ കെട്ടി നിൽക്കുന്ന അതിമനോഹരമായ കല്ലാർ പുഴയിലൂടെ എല്ലാവരും തന്നെ 1 മണിക്കൂറോളം ആനന്ദിച്ച് ഉല്ലസിച്ച് കുട്ടവഞ്ചി യാത്ര നടത്തിയിട്ടാണ് അവിടെ നിന്നും ഞങ്ങൾ തിരിച്ചു പുറപ്പെട്ടത്. വീണ്ടും ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്തതിന് ശേഷമാണ് ഫോറസ്റ്റ് ഓഫീസിലെത്തിയത്. ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും വാഹനത്തിൻ്റെ വലിപ്പം, അതിലെ യാത്രക്കാർ, ഈ വിവരങ്ങളെല്ലാം നൽകിക്കൊണ്ട് ഫോറസ്റ്റിലേക്ക് കടക്കാനുള്ള പെർമിറ്റ് വാങ്ങണം, അതിനുള്ള ഫീസും അടയ്ക്കണം. അതുമടച്ച് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. നമ്മൾക്ക് വേണമെങ്കിൽ പണമടച്ചാൽ ഫോറസ്റ്റിന് തന്നെ ഗൈഡിനെ ലഭിക്കും. KSRTC അതും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 5 മണിക്കൂറാണ് വനത്തിലൂടെയുള്ള യാത്ര. ആദ്യത്തെ എൻട്രി പോയിന്റിൽ നിന്ന് കടന്നു കഴിഞ്ഞാൽ വൈകിട്ട് 4:30 മുമ്പ് തന്നെ എക്സിറ്റ് പോയിൻ്റായ മറുവശത്തെ ചെക്ക് പോസ്റ്റിൽ റിപ്പോർട്ട് ചെയ്ത് പുറത്തേക്ക് കടന്നിരിക്കണം. അതാണ് ചട്ടം. ഇദ്ദേഹമാണ് ഞങ്ങളുടെ ഗൈഡ്. വനത്തിന്റെ ഭംഗികൾ ആസ്വദിച്ചുള്ള യാത്രയാണ്. പുല്ലുമേടുകളും വനമരങ്ങളും ചതുപ്പ് നിലങ്ങളും ഒട്ടക്കാടുകളും ഒക്കെ കണ്ട് വനത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുള്ള യാത്ര. മൃഗങ്ങളെ കാണാൻ പറ്റുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. അത് ഞാൻ ഉറപ്പ് തരികയല്ല, നമുക്ക് കാണാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ചൂടുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. മൊത്തം 5 ഡാമുകൾ നമ്മൾ കാണുന്നുണ്ട്. 4 ഡാമുകൾ നമ്മൾ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. 1 ഡാമിന്റെ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. മൊത്തം 5 ഡാമുകൾ കാണുന്നുണ്ട്. അപ്പോൾ ആ വനത്തിന്റെ ഭംഗിയും ഈ ഡാമുകളും ഒക്കെ കണ്ടുള്ള ഒരു ദിവസത്തെ ഒരു യാത്ര. ഏതാണ്ട് നാട്ടിൽ നിന്ന് വിഭിന്നമായി ഏതാണ്ട് 262 പക്ഷികളും 148 പരം ചിത്രശലഭങ്ങളും 48 പരം വക്കുവകങ്ങളും ഒക്കെ ഉള്ള ഒരു മേഖലയാണ്. ഞാൻ പറഞ്ഞു, ലോക പൈതൃക കൂടുതൽ യുനെസ്കോ മാർക്ക് ചെയ്തിരിക്കുന്ന ലേഡ സ്ഥാനം. അതിലൊക്കെ ഏറ്റവും നല്ല പ്രാധാന്യം എന്ന് പറയുന്നത് ഏറ്റവും നല്ല ശുദ്ധവായുവുള്ള മേഖലയാണ്. ആമസോൺ കാടുകളെ പോലെ തന്നെ പ്രാധാന്യമുള്ള ഏറ്റവും നല്ല ശുദ്ധവായുവുള്ള ഒരു മേഖലയിൽ കൂടെയാണ് കടന്നു പോയിരിക്കുക. ഒരു പക്ഷെങ്കിൽ നമ്മളൊക്കെ ജനിച്ചപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഇത്രയും നല്ല ശുദ്ധവായു ശ്വസിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വഴിക്കുള്ള വാഹന ഗതാഗതം എന്ന് പറയുന്നത് 25 വാഹനങ്ങൾ മാത്രമേ ഒരു ദിവസം കടത്തി വിടുകയുള്ളൂ. KSRTC 3 എണ്ണമാണുള്ളത്. ഇന്ന് 3 ദിവസമുണ്ട്. നമ്മൾ നടുക്കാണ്. നമ്മുടെ ഫ്രണ്ടിൽ ഒരു വണ്ടി പോയി, ഇനിയും ബാക്കിലുണ്ട് ഒരു വണ്ടി. അപ്പോൾ നമുക്ക് ഡാമിലൊക്കെ നിർത്തി ഇറങ്ങാൻ അനുവാദമില്ല. നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, വ്യൂ പോയിന്റുകൾ ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ നിർത്തി ഇറങ്ങി കാണാം. അപ്പോൾ അവിടെയൊക്കെ ഇറങ്ങുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്ത് നിങ്ങൾ സമയം ഒത്തിരി കളയരുത്. കാരണം നിങ്ങൾക്കറിയാം, നമുക്കൊരു 4:30 മുമ്പായിട്ട് വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ സമയം നമുക്ക് കവർ ചെയ്ത് പോകാൻ നമ്മൾ കൊച്ചുപമ്പ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് ഊണ്. അതവിടെ ഉണ്ടാകും. നമ്മൾ താമസിച്ച് ചെന്നാൽ നമ്മൾ നേരത്തെ വിളിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. അതവിടെ ഉണ്ടാകും എന്തായാലും. അപ്പോൾ അതൊക്കെ കഴിച്ചാൽ നമുക്ക് യാത്ര പോകാൻ. മൈക്ക് സെറ്റ് ഇവിടെ കൊണ്ട് ഓഫാണ്. കാരണം വനത്തിനുള്ളിൽ നമുക്ക് മൈക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ആദിവാസികൾ താമസിക്കുന്ന മേഖലയൊക്കെ നമുക്ക് കാണാം. ഇവിടെ നാട് എന്ന് പറയുന്ന കാടാണ്. അങ്ങോട്ട് കടന്ന് നമ്മളാണ് ചെല്ലുന്നത്. അപ്പോൾ ഡിസ്റ്റർബ് ചെയ്യുന്ന യാതൊരു പ്രവർത്തനവും ഉണ്ടാകരുത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. നമ്മളിപ്പോൾ അടുത്ത ചെക്ക് പോസ്റ്റിലേക്ക് വരുവാണ്. ഇവിടുന്ന് എൻട്രി എടുത്താണ് വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുക. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്ലാസ്റ്റിക്കിൻ്റെ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സൈഡിൽ ഇരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നോണം. നമ്മൾ കാട്ടിലോട്ട് കയറി കഴിയുമ്പോൾ ആന ഈറ്റയൊക്കെ ഓടിച്ച് ബോട്ടോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അത് വന്ന് മുഖത്തടിക്കാതെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നോണം. സൈഡിൽ ഇരിക്കുന്നവർ നിങ്ങൾക്കറിയാം, ഈറ്റക്കമ്പാണ്. അത് വന്ന് മുഖത്തടിച്ച ബ്ലേഡ് കീറുന്ന പോലെ കീറി പോകും. അപ്പോൾ ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് സൈഡിലിരിക്കുന്നവർ ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. കക്കി ഡാം റിസർവോയറിൻ്റെ ഒരു ഭാഗത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതൊരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ വാഹനം നിർത്താനും ഫോട്ടോസ് എടുക്കാനും സമയം ചിലവഴിക്കാനും അനുവദിച്ചിട്ടുള്ളതാണ്. ഇനി മുമ്പോട്ട് കുറച്ചും കൂടി പോയി കഴിയുമ്പോഴാണ് ഡാമിൻ്റെ പരിസരത്തേക്ക് നമ്മൾ എത്തുന്നത്. 1889 കമ്മീഷൻ ചെയ്യുന്നത് 1967 78 വർഷം എടുത്തത് പണിയാൻ.
പണിത സമയത്ത് ഇതിന്റെ അങ്ങേക്കടല ടൗൺഷിപ്പ് ഉണ്ടായിരുന്ന മേഖലയാണ്. 10,000 പേര് താമസിച്ചിരുന്നതാണ് ഇതിന്റെ പണികൾക്ക് ആവശ്യമായിട്ട്. അന്നത്തെ കാലത്ത് ഒരു സിനിമാ കോട്ട ഉൾപ്പെടെ ഇവിടെ പ്രവർത്തിച്ചിരുന്ന സ്ഥലമായിരുന്നു. നമ്മളൊരു പഴയകാല സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പൊന്നാപുരം കോട്ട എന്ന് പറയും. അതിന്റെ കുറെ ഭാഗങ്ങളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തതാണ്. ഇപ്പോഴൊന്നും ഷൂട്ടിങ്ങിനൊന്നും അനുവാദമില്ല. അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നതാണ്. ഷട്ടർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്തെ പ്രഷർ മാനേജ് ചെയ്യാൻ വേണ്ടി അടിയിലൊരു പ്രഷർ ഭാഗമുണ്ട്. അത് 24 മണിക്കൂറും തുറന്നു വിട്ടേക്കുക. വളരെ ചെറുതായിട്ട് വെള്ളം പൊക്കോണ്ടിരിക്കുക. ഇതിന്റെ പൊക്കം എന്ന് പറയുന്നത് 983 മീറ്ററാണ്. 1 കിലോമീറ്റർ ഏറ്റവും ടോപ്പ് വരും. ഈ ഡാമിൻ്റെ റിസർവോയറിൽ നിന്നും 3.2 കിലോമീറ്റർ അകലെ അണ്ടർഗ്രൗണ്ട് ടണലിലൂടെയാണ് ശബരിഗിരി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റിലേക്ക് വെള്ളമെത്തുന്നത്. അതുകൊണ്ടാണ് ഈ ഡാമിൻ്റെ ഒരു ഭാഗത്ത് ഷട്ടറില്ലാത്തത്. ഇവിടെ ഈ 2 മലകൾക്കിടെ ഏറ്റവും ലാസ്റ്റ് ഒരു മല കണ്ടോ? ഏറ്റവും ലാസ്റ്റ് അതാണ് പൊന്നമ്പലമേട്. മകരജ്യോതി തെളിയുന്ന സ്ഥലം. മകരജ്യോതി ഏറ്റവും നല്ലത് കാണാൻ പറ്റുന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടാർക്കും പ്രവേശനമില്ല. ഡാം സെഫ്റ്റിയുടെ വിഷയമുണ്ട്. വിളക്കിന് 2 ദിവസം മുമ്പേ അടയ്ക്കും. ഇപ്രാവശ്യം 12-ാം തീയതി അടച്ചു. 14-ാം തീയതി വിളക്കാണ്. 16-ാം തീയതിയാണ് പിന്നെ തുറന്നത്. കക്കി ഡാം പണിയാൻ വേണ്ടി ഇവിടെ നിന്നാണ് പാറ പൊട്ടിച്ചു കൊണ്ടുപോയത്. അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഈ കാണുന്നത്. അല്പം കൂടി മുമ്പോട്ട് പോയി കഴിയുമ്പോൾ താഴെ മരം പോലെ വളരെ വലുപ്പത്തിൽ വളർന്നു നിൽക്കുന്ന കള്ളിമുൾ ചെടികൾക്കുണ്ട്. ഇത് ചെടികളല്ല, മരമായി കഴിഞ്ഞു. വളരെ താഴെ നിന്നും വളർന്ന് മുകളിലേക്ക് വന്നിരിക്കുന്നു. വീണ്ടും വനത്തിലൂടെ ഓടി നമ്മൾ അടുത്ത ഡാമിൻ്റെ പരിസരത്തെത്തി. ആനത്തോട് ഫ്ലാങ്കിങ് ഡാം എന്ന് പറയും. വന്ന് കുടുങ്ങിപ്പോയി. ഷട്ടർ ക്ലോസ് ചെയ്യാൻ പറ്റാതായി പോയി. ഭാരതെല്ലാം കണ്ടില്ല. ഭാരത്തിലൊക്കെ ഉണ്ടായിരുന്നു 2018. ആ മരം പൊറിച്ച് മാറ്റാൻ വേണ്ടി 3 ദിവസം എടുത്തു. ആ 3 ദിവസം അതിന്റെ ഷട്ടറുകൾ ഉയർന്നിരുന്നു. വെള്ളം പൊക്കൊണ്ടേയിരുന്നു. പിന്നെ വെള്ളം ചെല്ലുന്നത് പമ്പാ നദിയിലേക്കാണ്. ഈ പത്തനംതിട്ട ജില്ലയിലെ പ്രധാന വെള്ളപ്പൊക്കത്തിന്റെ കാരണം ഈ ഒരു ഡാമായിരുന്നു. ഡാമും വ്യത്യാസമല്ല, ഷട്ടറും വ്യത്യാസമാണ്. സാധാരണയൊക്കെ നമ്മൾ ഡാമിൽ തന്നെയാണ് ഇതിന്റെ ഷട്ടർ സെറ്റ് ചെയ്യുന്നത് കാണുന്നത്. എന്നാലും ഡാമിൽ നിന്ന് മാറിയാണ് ഇതിന്റെ ഷട്ടർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു ഡാം തീരുവ. ഇനി ഞാൻ ഷട്ടറിന്റെ ഭാഗം വരിക. ഇതിന്റെ അടിക്കൂടി അല്ല. ഇല്ല അല്ല, ഒരു ഷട്ടറിന്റെ ഭാഗമാണ് ഈ ഫ്രണ്ടിൽ കാണുന്നത്. 4 ഷട്ടറുകളാണ് ഇതിനുള്ളത്. ശബരിഗിരി ഹൈഡ്രോ ഇലക്ട്രിക് ഷട്ടർ തുറക്കുമ്പോൾ ഇതുകൂടിയാണ് വെള്ളം പുറത്തേക്ക് പോകുന്നത്. ഇതാണ് അതിന്റെ ഷട്ടർ. നമ്മുടെ ഷട്ടറിന് മുകളിലേക്കാണ് ഇപ്പോൾ പാസ് ചെയ്യുന്നത്. അതുപോലെ ഈ വലത് സൈഡ് വെള്ളം കയറണം. ഇവിടെ വെള്ളം കയറിയാൽ മാത്രമേ ഇത് തുറന്നു വിട്ട് വെള്ളം പുറത്തേക്ക് കളയാൻ പറ്റൂ. അതും കഴിഞ്ഞ് കുറച്ചും കൂടി യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം 1.5 മണിയോടുകൂടി നമ്മൾ സീതത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ KCBക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൈവറ്റ് ക്യാൻറ്റീനുണ്ട്. അവിടെയാണ് ഞങ്ങൾക്ക് ഊണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫിഷ് ഫ്രൈയും കൂട്ടി ഒരു സിമ്പിൾ സാധാരണ ഊണ്. വേറെ ഒന്നും തന്നെ ഈ വഴിയിൽ ലഭിക്കാൻ ഒരു നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആഹാരം കൊണ്ട് തൃപ്തിപ്പെടുക. വീണ്ടും കുറച്ച് സമയം കൂടി യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഗവി സെൻറ്ററിലെത്തി. ഈ കാണുന്നതാണ് ഗവി സെൻറ്ററിലെ ആകെയുള്ള ഷോപ്പിംഗ് സംവിധാനം. അതായത് ഒരു ചെറിയൊരു കട, ഒരു റേഷൻ കട, ഒരു പോസ്റ്റ്. ഇതിൻ്റെ സമീപത്തായിട്ട് തന്നെ അല്പം പിന്നിലായിട്ട് മുത്തുമാരിയമ്മൻ കോവിൽ കാണാം. ഈ ക്ഷേത്രത്തിന് മുന്നിലും പരിസരത്തും വെച്ചാണ് ഓർഡിനറി സിനിമയിലെ പാട്ട് സീൻ ഷൂട്ട് ചെയ്തത്. അതും കണ്ട് വീണ്ടും യാത്ര തുടർന്നു. കുറേ സമയം കൂടി യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ 5ാമത്തെ ഡാമായ ഗവി ഡാമിന് സമീപത്തെത്തി. അവിടെ മാത്രമാണ് നമ്മൾക്ക് വാഹനത്തിൽ നിന്നിറങ്ങാനും അവിടെയെല്ലാം നടക്കാനും കാഴ്ചകൾ കാണാനും അനുവാദമുള്ളത്. അരമണിക്കൂറോളം അവിടെ ചിലവിട്ടതിന് ശേഷം വീണ്ടും യാത്ര തുടരും. ഡാമിൽ ഇപ്പോൾ വെള്ളം വളരെ കുറവാണ്. എന്നാലും താഴെ പെഡൽ ബോട്ടിങ്ങിനുള്ള
സംവിധാനമെല്ലാം ഉണ്ട്. മുൻകൂട്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ പോയി പെഡൽ ബോട്ടിംഗ് സംവിധാനങ്ങളെല്ലാം ആസ്വദിക്കാവുന്നതാണ്. വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തുടർന്നു. കാട്ടിലൂടെ കുറേ സമയം കൂടി എടുത്ത് 4:30 മുമ്പ് തന്നെ മറുഭാഗത്തുള്ള വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ നിന്നും 4:30 മുമ്പ് തന്നെ എക്സിറ്റായി. ഒരു ഗംഭീര യാത്ര തന്നെയായിരുന്നു KSRTCയുടെ ബഡ്ജറ്റ് ട്രിപ്പിലൂടെയുള്ള ഗവി യാത്ര. ഞങ്ങൾ പുറപ്പെട്ടത് വടക്കൻ പറവൂർ സ്റ്റേഷനിൽ നിന്നാണ്. 2200 രൂപയാണ് ഒരാൾക്ക് അവർ ചാർജ് ചെയ്യുന്നത്. അതിൽ ഫോറസ്റ്റ് എൻട്രി ടിക്കറ്റ്, കുട്ടവഞ്ചി ടിക്കറ്റ് അങ്ങനെയുള്ള എൻട്രി ഫീസുകളും ലഞ്ചുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റു സമയങ്ങളിലെ ആഹാരമെല്ലാം നമ്മൾ സ്വന്തം ചെലവിൽ കഴിക്കണം. ഏതായാലും അതിമനോഹരമായ ഗംഭീര ട്രിപ്പ് തന്നെയാണ് KSRTC ഒരുക്കുന്ന ഗവി യാത്ര. ചെറിയ ചിലവിൽ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ പോയി വരാൻ സാധിക്കും. പ്രൈവറ്റ് വാഹനങ്ങളിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി വരുന്നത് അത്ര സേഫ് അല്ല, എളുപ്പവുമല്ല.